ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹരീസ് വ്ളോഗ്. അപ്പോൾ ഞാൻ ഇന്നാണെങ്കിൽ എൻ്റെ അമ്മ വീട്ടിലാണ്. എൻ്റെ അമ്മ വീട്ടിൽ തൊട്ടടുത്ത് എൻ്റെ അമ്പലത്തിൽ ഇന്ന് ഉത്സവമാണ്. അതപ്പം അതിനെ പ്രമാണിച്ച് ആ ഉത്സവത്തിന് ഞാൻ ചമയവിളക്ക് എടുക്കാൻ വേണ്ടി പോകട്ടെ. ചമയവിളക്ക് അപ്പോൾ ഈ ചമയവിളക്കെന്ന് വെച്ചാൽ നമ്മൾ പെൺവേഷം ഒരുങ്ങിയിട്ട് നമ്മൾ ആ പെണ്ണായിട്ട് ഒരുങ്ങിയിട്ട് നമ്മൾ പോയി വിളക്കെടുക്കാൻ വേണ്ടി പോകട്ടെ. അപ്പോൾ ഞാൻ അതിന് ഉടുക്കുന്നത് ധാവണിയാണേ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉടുക്കുന്നത് ധാവണിയാണ്. അപ്പോൾ അതേ നമ്മുടെ ബ്ലൗസ്, പിന്നെ ഹാഫ് സാരി, പിന്നെ ഫ്രോക്ക്, പിന്നെ അതേ ഇടാനുള്ള വള, കമ്മൽ, പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു മൂക്കൂത്തി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മാല, പിന്നെ ഞാനത്തെ ബ്ലൗസ് ഇട്ട്, പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറൊരു പാവാട കൂട്ടിയിട്ട്, പിന്നെ ഞാൻ ഇപ്പോൾ ഫ്രോക്ക് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ആണ്ടെ ഫ്രോക്ക് ഇവിടെ എൻ്റെ പൊന്നെ എത്ര പണിയായിരുന്നാട്ട് ഇതൊക്കെ ഇടാൻ വേണ്ടി ആണ്ടാ ഇതൊക്കെ ഇടയ്ക്ക് നമ്മളും ചിരിച്ച് ഹായൊക്കെ കാണിച്ച് ഉള്ള വീഡിയോ പോലെ അക്രമം എല്ലാം കൂടെ കാണിച്ചു വിടുക കേട്ടോ. വേൾഡ് വാർ 2 നടക്കുന്ന കൂട്ടാണ് ഞാൻ ഈ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചേച്ചിയാണെങ്കിൽ ഉള്ള ഫൗണ്ടേഷനും, ചേച്ചി ഫസ്റ്റ് ആണെങ്കിൽ സൺസ്ക്രീം ഇട്ട് എന്നെ ഒന്ന് കുളിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഫൗണ്ടേഷൻ ഇട്ട് വേറെ ഒന്നുകൂടെ കുളിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കണ്ടീഷണർ ഇട്ട് വേറെ ഒന്നും കൂടെ കുളിപ്പിച്ചു. പിന്നെ നാണ്ട് ഇപ്പോഴും സൺസ്ക്രീം ഇട്ടുകൊണ്ടിരിക്കുക, കഴിഞ്ഞിട്ടില്ല. പിന്നെ നാണ്ടെ എടുത്തിട്ട് ഞാൻ കടയിൽ പോയി വാങ്ങിച്ചതാണ്ട്. ഇപ്പം ഒരുങ്ങാൻ വേണ്ടി കടയിൽ പോയി വാങ്ങിച്ചായിരുന്നു. കാരണം ചേച്ചി ഹോസ്റ്റലിൽ പഠിക്കുക, അപ്പം സാധനങ്ങളെല്ലാം അവിടെ ഇരിക്കുക. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് ഉത്സവം പ്രമാണിച്ച്. അപ്പം അതുകൊണ്ട് ഞാനൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചാണ്ട് ഇപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഫൗണ്ടേഷൻ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അപ്പോൾ അമ്മച്ചി അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ നടന്ന് പോകുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. പിന്നെ ഇവിടെ തേച്ച് എത്ര തേച്ച് എൻ്റെ പൊന്നെ ഞാനിരിക്കുന്ന ചേച്ചിയുടെ കൈയൊന്നും തളരത്തില്ലായിരുന്നു. പിന്നെ അമ്മച്ചി എന്നെ നോക്കാനൊക്കെ വന്നു എന്നെ നോക്കി പേടിപ്പിച്ചിട്ട് പിന്നെയും പോയി. പിന്നെ ഇവിടെ കടങ്ങി അടക്കമാണ് അമ്മച്ചി. പിന്നെയും വാരി കൂട്ടും കേട്ടോ. ഇപ്പം ഇട്ടേക്കുന്നത് കണ്ടീഷണർ ആട്ടോ കേട്ടോ. ഇപ്പം കണ്ടീഷണർ ഇട്ട് പിന്നെ എന്നെ കുത്തി മെഴുക്കുക കേട്ടോ. അപ്പം ഞങ്ങളുടെ മാമൻ വന്നിരിക്കുന്നു. മാമനുമായിട്ട് കുറേ ഞങ്ങൾ സല്ലപിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരുക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ എൻ്റെ നെക്കിൻ്റെ ഭാഗത്തായിട്ട്, എൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഇടാൻ തുടങ്ങി. പിന്നെ ആണെങ്കിൽ അതിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഡാസ്ലറിൻ്റെ കോമ്പാക്റ്റ് ഇടാൻ തുടങ്ങി കേട്ടോ. ഡാസ്ലറിൻ്റെ കോമ്പാക്റ്റ്. അപ്പോൾ അതേ നമ്മൾ ഇടാൻ വേണ്ടി പോകാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു സ്കിൻ ടോൺ അനുസരിച്ചുള്ള ഒരു കളറാട്ടോ എടുത്തത്. അപ്പോൾ നമ്മൾ ഡാൻസറിൻ്റെ ഇനി അടുത്ത് ഇടാൻ വേണ്ടി പോകട്ടോ. ഡാസ്ലറിൻ്റെ കോമ്പാക്റ്റ്. ഞാൻ ഇതിനകത്തുള്ള കണ്ണാടി ഇല്ലേ, ആ കോമ്പാക്റ്റിലെ കണ്ണാടി ഇല്ലയോ, ആ കണ്ണാടി നോക്കിയിട്ട് എൻ്റെ മുഖം എങ്ങനെയുണ്ട് വെളുത്ത് കുട്ടപ്പനായ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ചേച്ചി അടുത്തതായിട്ട് ഐബ്രോ പെൻസിലെടുത്ത് വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വലിയ എൻ്റെ ഐബ്രോസ് ഒന്ന് ത്രെഡ് ചെയ്യണമായിരുന്നു കേട്ടോ. അത്യാവശ്യമായിരുന്നു. പക്ഷേ ഇതൊക്കെ വിട്ടുപോയി ഞങ്ങൾ. എൻ്റെ പിരികൊന്ന് ത്രെഡ് ചെയ്യണമായിരുന്നു. പക്ഷേ പിന്നെ ഐലൈനർ, എനിക്ക് സാധനം കാണുന്നത് ഇഷ്ടമല്ല. എന്താണെന്നറിയാമോ, എൻ്റെ കണ്ണിൽ നിന്ന് അപ്പോഴങ്ങ് ഒഴിച്ച് വെള്ളം വരും ഒഴിക്കുമ്പോഴത്തേക്കിന്. ഇത് എൻ്റെ ഐലൈനർ വരയ്ക്കുമ്പോഴത്തേക്കും എൻ്റെ കണ്ണിൽ നിന്ന് ഭയങ്കരമായിട്ടങ്ങ് വെള്ളം വരും. എൻ്റെ മുന്നേ ജലം നദിക്കകത്ത് വെള്ളം ഒഴുകുന്ന കൂട്ട് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം പിന്നെ ഐലൈനർ വരയ്ക്കുമ്പോൾ. പിന്നെ ഞങ്ങൾ മാലയിട്ട് കമ്മലിട്ട് എൻ്റെ പൊന്നെ എന്തൊക്കെ പ്രയാസം. പിന്നെ ഈ മൂക്കൂത്തി ഉണ്ടല്ലോ, എനിക്ക് ഒട്ടും പിടിച്ചില്ല കേട്ടോ. അത് കയറുന്നില്ല, ടൈറ്റായിട്ടിരിക്കുക. അതുകൊണ്ട് എൻ്റെ മുഖം കണ്ടോ ഗൈസ്, അതാ പിന്നെ ഞാൻ ഉരുക്കളഞ്ഞത്. കുറഞ്ഞ് പോകാൻ നേരത്ത് ഇടാമെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഹാഫ് സാരി ഞാൻ ഉടുപ്പിച്ചു. പിന്നെ ഞങ്ങൾ വിഗ് വെച്ചു കേട്ടോ. വിഗ് വെച്ചിട്ട് ഒരു മുടി ഫ്രണ്ടിലോട്ട് ഇട്ടു. എൻ്റെ പോണിറ്റെയിൽ സ്മാൾ ഹെയർ ഇല്ലേ, ബേബി ഹെയർ, അത് ഇട്ടിട്ടുണ്ട്. അതിന് വെട്ടിക്കളയാം. പിന്നെ ചൂടി അമ്പലത്തിലേക്ക് വെള്ളം വെച്ചുകൊണ്ടിരിക്കും. നമ്മൾ അമ്പലത്തിൽ വന്ന് ഫസ്റ്റ് നാളെയുടെ വഴിയിൽ തൊഴുതിട്ട് നമ്മൾ വലം വെക്കണം കേട്ടോ. നമ്മൾ അമ്പലത്തിൽ നമ്മൾ വലം വെക്കണം. അപ്പോൾ ഞാൻ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വലിയ പാവാടയ്ക്കകത്ത് അവരെ ചവിട്ടിയിട്ട് അത് ആകാലം പോലെ പോയി. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് സംസാരിക്കാനും വന്നു. നമ്മൾ കുറേ പേര് ഫോട്ടോ എടുത്തു. എനിക്കൊരു വയസ്സാവുന്നതിന് മുമ്പ് എടുക്കാൻ തുടങ്ങിയത് കേട്ടോ. പിന്നെ ഞങ്ങൾ സമയമൊക്കെ കഴിഞ്ഞ് വയലിൽ പോയും കണ്ട് കിടന്നുറങ്ങി. അടുത്ത ദിവസം സ്കൂളിൽ പോയി. അപ്പം ബൈ ഗൈസ്.